മിനർവ അക്കാദമിയിൽ 3-year ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവക്ഷേത്രത്തിലെ റോഡ് വിവാദം നിയമ നടപടികളിലേക്കും മുഖ്യമന്ത്രി, ദേവസ്വം വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതിയുമായി ഒരുപറ്റം ആളുകൾ മുന്നോട്ടു പോകുന്നതിനിടെ വഴി അടച്ചുകെട്ടിയ ദേവസ്വം ഓഫീസറെ അനുകൂലിച്ച് ചിലർ രംഗത്തെത്തി. വഴി ദേവസ്വത്തിൻ്റെതാണെന്ന മുൻ ഉപദേശക സമിതി സെക്രട്ടറി PN രാജൻ, സമിതി അംഗമായിരുന്ന നാരായണൻ എന്നിവരുടെ നിലപാട്. റോഡ് ദേവസ്വത്തിൻ്റെതാണെന്നും ദേവസ്വത്തിന്റെ ഒരു തുണ്ട് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്നും ഇവർ പറഞ്ഞു. ഞാൻ PN രാജൻ. ഞാൻ ഒരു 50 കൊല്ലമായിട്ട് ഈ ക്ഷേത്രത്തിൽ സ്ഥിരം വരുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് പത്രത്തിൽ ന്യൂസ് കണ്ടു, അമ്പലത്തിൻ്റെ പിൻവശത്തുള്ള വഴി അടച്ചു കെട്ടി, അതിനെതിരെ പ്രക്ഷോഭമുണ്ടായി, അത് എടുത്തു മാറ്റി എന്നൊക്കെ. എൻ്റെ അറിവിൽ ഈ വഴി ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണെന്നാണ് എൻ്റെ അറിവ്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആനക്കടവും ജനങ്ങൾക്ക് കുളിക്കാനൊരു കടവാണ് ഈ ഭാഗത്തുണ്ടായിരുന്നത്. അല്ലാതെ ഇവിടുന്ന് റോഡ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് അറ്റം വരെ പുഴ കടന്ന് ഒരു റോഡ് ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ ഈ അമ്പലത്തിൻ്റെ വീട്ടുകാരുടെ അനുബന്ധിച്ചുള്ള കിണർ കണ്ടാൽ നിങ്ങൾക്കറിയാം, അത് ഈ റോട്ടിലാണ് നിൽക്കണത്. അപ്പോൾ അത് ക്ഷേത്രത്തിൻ്റെ ഭൂമി അല്ലെങ്കിൽ കിണർ റോട്ടിൽ പണിയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി പണ്ട് കാലത്തും ഇത് അവിടെ മുടക്കാനും, ഈ വഴി മുടക്കുക മീൻസ് ഗതാഗതം മുടക്കുക, ജനങ്ങൾക്ക് വരാനും അമ്പലം വന്ന് തൊഴാനും കുളിക്കാൻ പോകാനും ഒക്കെയുള്ള സൗകര്യം പണ്ടുമുണ്ട്. ഇന്നും അത് അങ്ങനെ മുടക്കിയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സത്യങ്ങൾ നമുക്കറിയില്ല, അതൊക്കെ ഞാൻ ഔദ്യോഗികമായിട്ടുള്ള ഇതിൽ വരുമ്പോഴേ അറിയുള്ളൂ. അതുകൊണ്ട് ക്ഷേത്രഭൂമി ഒരിക്കലും വേറെ അന്യാധീനപ്പെട്ട് പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഈ 3 ബിൽഡിങ്ങിനും ഫ്രണ്ട് കൂടെ വരാനുള്ള വഴിയുണ്ട്. ആ വഴി വാടകയ്ക്ക് കൊടുത്തിട്ടാണ് ഈ ബിൽഡിംഗ് കാര്യം ചെയ്യുന്നത്. ആ വഴി കൊണ്ട് ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ട്. അപ്പുറത്തെ ബിൽഡിങ്ങിനും ഉണ്ട്, അതിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങിനും ഉണ്ട്. സ്റ്റെപ്പായിട്ട് വയ്ക്കുന്നത് വഴിയാണല്ലോ. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ആരും തടസ്സം നിന്നിട്ടില്ല ഇതുവരെ. ഇതിപ്പോൾ അനധികൃതമായിട്ടും ഒന്നും പറയണില്ല. പക്ഷേ നമ്മളുടെ ഓഫീസർ ഒരു ലെറ്റർ കൊടുക്കാൻ പറഞ്ഞാൽ അയാൾ കൊടുക്കുന്നില്ല. അപ്പോൾ അതൊരു ഇതല്ലേ. ഈ സ്ഥലം ദേവസ്വത്തിൻ്റെ തന്നെയാണ് ഉറപ്പിച്ച് പറയാം. ആ ഉറപ്പിച്ചിട്ട് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇതിൻ്റെ അമ്പലത്തിലേക്ക് എന്നും വരുന്ന ആളാണ്. ഇവിടെ പഠിച്ചു, എനിക്ക് 62 വയസ്സായി. ഞാൻ സ്കൂളിൽ പഠിച്ചത്. ഇവിടുത്തെ എല്ലാ കഥകളും എനിക്കറിയാം. ഞാൻ എനിക്കൊന്നും കിടക്കണില്ല. ദേവസ്വത്തിൻ്റെ ഭൂമി അവർ കൈയടക്കിക്കോട്ടെ. അതിലിപ്പോൾ നമ്മളെന്ത് ചെയ്യുക? ഇവിടെ ഉണ്ട്, ഈ ഫ്ലക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ, അമ്പലം കാണണ്ട വെച്ചിട്ട് ഇവർ ഈ ബിൽഡിങ്ങിൻ്റെ ആൾ അത് മാറ്റിച്ചത് ഞങ്ങൾ തന്നെയാണ്. അമ്പലം കാണണ്ടേ, മേൽക്കൂര. അപ്പോൾ അമ്പലത്തിൽ പുരോഗതി വരുന്ന എല്ലാ കാര്യങ്ങളും തടസ്സം നിൽക്കുമ്പോൾ ഞങ്ങൾ കൈയ്യട്ടിയിരിക്കില്ലാന്ന്. അതാണ് ഭക്തന്മാരുടെ കടമ, അയാൾ ചെയ്യും. പിന്നെ അത് ആർക്കും ശല്യപ്പെടുത്താതെ ഒരു വഴി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അത് പോയിട്ട് അത് വഴി തകർത്തു എന്ന് തന്നെ പറയാം. എന്നിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു നമ്മൾ. എന്നാൽ വടക്കാഞ്ചേരിയിൽ ജനിച്ചു വളർന്ന PN രാജന് ശിവക്ഷേത്രത്തിന് പിൻവശത്തുകൂടിയുള്ള വഴിയെക്കുറിച്ച് അറിയില്ലേ എന്നാണ് ജനം ചോദിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വഴിയിൽ കൂടി പുഴവക്കിലെത്തി അക്കരയ്ക്ക് കടത്തിൽ ആളുകൾ സഞ്ചരിച്ച കാലമുണ്ടായിരുന്നു. നിലവിൽ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഊട്ടുപുരയിൽ വിവാഹസദ്യയും അന്നദാനവും നടന്നിരുന്നു. ഇതിനാവശ്യമായ എല്ലാ വസ്തുക്കളും കൊണ്ടുവരുന്നത് ഈ റോഡിലൂടെയാണ്. ആനകളെ വരെ കുളിപ്പിക്കാൻ പുഴയിലേക്ക് കൊണ്ടുവന്നിരുന്നത് ഈ വഴിയിലൂടെയാണെന്ന് പഴമക്കാർ പറയുന്നു. ദേവസ്വത്തിന്റെ 1 ഇഞ്ച് ഭൂമി പോലും കയ്യേറിയിട്ടില്ലെന്ന് സമീപത്തെ കെട്ടിട ഉടമസ്ഥർ വ്യക്തമാക്കി. കാലങ്ങളായി ജനങ്ങൾ ഉപയോഗിച്ച് വഴി അടച്ചു കിട്ടുന്നത് മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതിലാണ്. ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്നും ജനങ്ങൾ പറയുന്നു. ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നാട്ടുകാർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.